തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിലെ പ്രതി സുഗാന്ത് ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രത്തിന് വിധേയമാക്കാനായി വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത്. ഗർഭഛിദ്രം ജൂലൈയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയതിനും തെളിവുകളുണ്ട്. വിശദാംശങ്ങൾ നൽകുന്നത് വിഷ്ണു കരുണാകരൻ തന്നെയാണ്. വിഷ്ണു, IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഈ കുടുംബം തുടക്കം തൊട്ട് തന്നെ ഈ ഇപ്പോൾ നിലവിലായ പ്രതിയായിട്ടുള്ള സുഗാന്തിന്റെ പേര് ആരോപിച്ചിരുന്നു. സംശയത്തിന്റെ പേരിലായാലും എന്തായാലും ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതടക്കം എന്തായാലും നിലവിൽ സുഗാന്തിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾക്ക് ഇതോടുകൂടി കൂടുതൽ ഒരു ഗൗരവം കൈവരുമ്പോൾ കൂടുതൽ വകുപ്പുകൾ അയാൾക്കെതിരെ ചുമത്താൻ സാധ്യതയുണ്ടോ? മറ്റെന്തെല്ലാം കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അതുല്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നേരത്തെ തന്നെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതാണ്. സുഗാന്തിനെതിരെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുഗാന്തിന് പങ്കുണ്ടെന്നും സുഗാന്ത് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം IB ഉദ്യോഗസ്ഥയെ തഴയുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തത്. സുഗാന്തിനെ പോലീസ് ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയാക്കി പ്രത്യേകിച്ചും FIR ഇട്ടിരുന്നു. പേട്ട പോലീസാണ് ഈ കേസെടുത്തിരുന്നത്. അതിനെ തുടർന്ന് കോടതിയിൽ ഇക്കാര്യങ്ങൾ പോലീസ് സമർപ്പിച്ചിരുന്നു. തുടർന്ന് നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടത്തിയതായി വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗർഭചിത്രം നടത്താനായി വിവാഹരേഖകൾ ഹാജരാക്കേണ്ടതുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ വ്യാജ വിവാഹരേഖ തയ്യാറാക്കിയതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹരേഖ വ്യാജമായി തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ വിവാഹ ക്ഷണക്കത്തടക്കം IB ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യം കൃത്യമായി ഗർഭചിത്രം നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് ഇതിനുശേഷം IB ഉദ്യോഗസ്ഥയെ തഴയുന്ന സാഹചര്യമാണ് പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇയാൾക്ക് മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ സുഗാന്ത് കടന്നിരുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഏതായാലും ഈ വിഷയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെളിവുകൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുടുംബം ആരോപിച്ചത് അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു പോലീസ് അന്വേഷിച്ചത്. സുഗാന്തിനെ പ്രതി ചേർത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. എന്തായാലും കൂടുതൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. അതുല്യ. ശരി വിഷ്ണു, തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ പ്രതി ചേർത്തതിനു ശേഷം ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗർഭഛിദ്രത്തിനായി വ്യാജരേഖകൾ ഉണ്ടാക്കുകയും അതിനുശേഷം വിവാഹത്തിന് സമ്മതമല്ല എന്ന് പെൺകുട്ടിയെ അറിയിക്കുകയും ചെയ്തു. ഇതാണ് ഈ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്.